ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു MCB കൂടെ ട്രിപ്പാവുന്നു എന്നുള്ളതാണ്. നമ്മളങ്ങനെ പ്രോബ്ലം നോക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളങ്ങനെ വന്ന് ഇവിടുത്തെ DB അഴിച്ച് നോക്കിയപ്പോഴാണ് ഈ കോലത്തിൽ ഇരിക്കുന്നത്. പഴയൊരു വയറിങ്ങും കൂടെയാണ് എന്ന് പറഞ്ഞാൽ വലിയ പഴക്കം ഇല്ലെങ്കിൽ പോലും കുറച്ച് പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പ്രധാന ഒരു കാര്യം RCCB ഇല്ല. അതെന്താണ് ഇവിടെ RCCB ഇല്ല എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ട്രിപ്പിംഗ് ഇഷ്യൂവിന് പലരും വന്ന് നോക്കിയതാണ്. അങ്ങനെ ലാസ്റ്റ് അത് എടുത്ത് കളഞ്ഞിട്ട്, അതായത് RCCB എടുത്ത് കളഞ്ഞിട്ട് ഡയറക്റ്റ് കൊടുത്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ആ ട്രിപ്പിംഗ് ഇഷ്യൂ ഒന്ന് കണ്ടുപിടിക്കണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്തോട്ട് വന്നപ്പോൾ മെയിൻ സ്വിച്ച് ഇതുപോലെ പഴയ ഒരു ടൈപ്പ് മെയിൻ സ്വിച്ചാണ്. അതിൻ്റെ റോഡും കാര്യങ്ങളും ഒരു സൈഡ് കത്തി നിൽക്കുകയാണ്. അതേപോലെ രണ്ട് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂട്രലിനും ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് 32 ആംപിയർ തന്നെ. അതുപോലെ ഫേസിനും ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതായത് മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് ഫ്യൂസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ന്യൂട്രലിന് നമുക്ക് ഒരിക്കലും ഫ്യൂസിൻ്റെ ആവശ്യതയില്ല, ഫേസിന് മാത്രം മതി. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഇത് മാറ്റിയിട്ട് നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്യണം. അതേപോലെ നമ്മൾ ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് ഗേറ്റ് ലൈറ്റുകളുണ്ടല്ലോ, അതിന് പോയേക്കുന്ന വയറുകൾ വരുന്ന പൈപ്പിൻ്റെ ഭാഗം എന്താണ് ഇതേപോലെ നല്ല ഓപ്പണായിട്ട് തെളിഞ്ഞിക്കുക. ഇതിൻ്റെ മണ്ടയിൽ കൂടെയാണ് വാഹനങ്ങൾ പോകുന്നതും എല്ലാം. ഇതും ഒരു ട്രിപ്പിംഗ് ഇഷ്യൂവിന് കാരണമാണ്. കാരണം ഇങ്ങനെ പോയിരുന്ന ഭാഗത്തൂടെ പൊട്ടുകയോ അതുവഴി വെള്ളം കയറുകയോ ഒക്കെ ചെയ്താലും ഇതേപോലെ ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടാവും. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ നമ്മൾ DBയിലെ ഫുൾ MCBകളെല്ലാം റിമൂവ് ചെയ്ത് നമ്മൾ വയറുകളെല്ലാം സെപ്പറേറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ജോലിയും വീഡിയോയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് വന്നത്. ഇവിടുത്തെ ഒരു പ്രോബ്ലം ഇൻവെർട്ടറിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റെയർ കയറി പോകുമ്പോൾ ഒരു 2-വേയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം നമ്മൾ മാറ്റിയത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റും അതുപോലെ എല്ലാം നമ്മൾ അടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഈ വയറുകൾ ഇങ്ങനെ ഓപ്പണായിട്ട് ഇട്ടേക്കുന്നത് തന്നെ. അതായത് സ്റ്റെയർ കയറി പോകുമ്പോഴുള്ള 2-വേ കൺട്രോളിൻ്റെ അകത്ത് വയറ് ജാമായി പോയത്, അതായത് വയറ് സ്ലീവ് പോയതായിരുന്നു. അത് ഒന്നാമത്തെ ട്രിപ്പിങ്ങും കാര്യം. അതേപോലെ ഇൻവെർട്ടർ കണക്ഷൻ്റെ അകത്തും ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ ഭാഗത്ത് മെയിൻ സ്വിച്ചും കാര്യങ്ങളും എല്ലാം പഴയ ഓൾഡ് ടൈപ്പ് എല്ലാം മാറ്റിയിട്ട് ഹാവൽസിൻ്റെയാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഐസൊലേറ്ററാണ് വെച്ചേക്കുന്നത്. 2 പോൾ MCB അല്ല, ഐസൊലേറ്ററാണ് വെച്ചേക്കുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ വയറും കയറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈനും നമ്മൾ ചാലുവാക്കി. കണ്ടില്ലേ, സപ്ലൈ വരുന്ന കാണാം. ഇപ്പം നമ്മൾ ലൈനും ചാലുവാക്കിയിട്ടുണ്ട്. യാതൊരു കുഴപ്പമില്ല. ന്യൂട്രലിൻ്റെ അകത്ത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ലൈൻ ചാലുവാക്കി നമ്മൾ MCBയും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കവറും കാര്യങ്ങളും ഇട്ടു. നമ്മളിവിടെ വയർ സ്ലീവിൻ്റെ അകത്താണ് നമ്മൾ വയർ ഇതുപോലെ കണക്ട് ചെയ്തേക്കുന്നത്. അതേപോലെ ഒറ്റ ഫ്യൂസുമാണ് കൊടുത്തേക്കുന്നത്. ഫേസിന് മാത്രം ഒരു ഫ്യൂസാണ് കൊടുത്തേക്കുന്നത്. ന്യൂട്രൽ ലൈൻ ഡയറക്റ്റാണ് പോകുന്നത്. അതേപോലെ നമ്മൾ RCCBയും പുതിയൊരു RCCBയും സെറ്റ് ചെയ്തു. റൂം സർക്യൂട്ടുകളെല്ലാം നമ്മൾ 6 ആംസിൻ്റെ MCBകളാണ് പുതിയതായിട്ട് കൊടുത്തത്. പഴയ 2-3 MCBകൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയതാണ് കൊടുത്തത്. അതേപോലെ നമ്മൾ ഇപ്പോൾ ഉള്ള വയറിൻ്റെ അകത്ത് വെച്ചാണ് DB ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, പഴയ DBയും പുതിയ DBയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മൾ ആ കിടന്ന വയറിൻ്റെ അകത്ത് നമുക്ക് ജോയിൻ്റ് അടിച്ച് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഉള്ള വയറിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് DB ഡ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ 2 പ്രോബ്ലംസുകൾ സോൾവ് ചെയ്തതിന് ശേഷമാണ് RCCB സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് RCCB ഒന്ന് ചാൽവ് ചെയ്ത് നോക്കണം, എത്ര മില്ലി ആംപിയറിലാണ് കട്ടാവുന്നത്, അതേപോലെ ഇപ്പോൾ കട്ടാവുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ നമ്മൾ പവർ ലൈനും മാറ്റി, ഇൻവെർട്ടർ ലൈനും മാറ്റി. ആ ചുമന്ന ടേപ്പ് അടിച്ച് പോയേക്കുന്നതെല്ലാം പവർ ലൈനും, അതേപോലെ മഞ്ഞ ടേപ്പ് അടിച്ച് വന്നേക്കുന്നതെല്ലാം ഇൻവെർട്ടർ ലൈനുമായിട്ടാണ് മാറുന്നത്. അങ്ങനെ നമ്മൾ പഴയ MCBകളൊക്കെ മാറ്റിയതിന് ശേഷം പുതിയ MCBകളാണ് ഇട്ടേക്കുന്നത്. ഇതിൽ ഈ പവർ ലൈൻ്റെ അവിടെ വരുന്നത് 2 MCBകളെ ഇട്ടുള്ളത്. കാരണം അത് കിട്ടാഞ്ഞിട്ടാണ്. അത് നമുക്ക് ഉടൻ തന്നെ നമുക്ക് ഇനി വരുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കണം. 25-ൻ്റെ ഒന്ന് മാറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ലൈനുകളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാണ്ട് മീറ്ററിൻ്റെ അകത്ത് നമ്മൾ ആംപിയർ ചെക്ക് ചെയ്യുമ്പോൾ 00 എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ അകത്തോട്ടുള്ള DBയിലോട്ട് പോകുന്നത്, അതായത് വീടിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ലൈനുകൾ ഫുള്ളും നമ്മൾ ഓഫ് ചെയ്തിട്ടതിന് ശേഷമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ആംപിയറിൻ്റെ അകത്ത് ഡിഫറൻസ് കാണിച്ചേനെ. അപ്പോൾ നമ്മൾ DB എല്ലാ സെറ്റും നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഇനി DB ഒന്ന് ഓണാക്കിയിട്ട്, അതായത് RCCB ഒന്ന് ഓണാക്കി എല്ലാ സർക്യൂട്ടുകളും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നോക്കാം എത്ര ആംപിയർ നമുക്കിവിടെ ചിലവാകുന്നുണ്ട് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓണാക്കിയതിന് ശേഷമാണ് 0.69 ആംപിയർ നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ RCCB ഓണാക്കിയിട്ടിട്ട് നമ്മൾ ഓണാക്കി നോക്കുമ്പോൾ, അതായത് സ്വിച്ചുകളും ലൈറ്റുകളും ഒക്കെ ഇട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ചിലവാകുന്നത് 6.7 ആണ്, അല്ല 0.67 ആണ് നമുക്കിവിടെ ചിലവാകുന്നത്. അപ്പോൾ നേരത്തെ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ അതങ്ങനെ മാറ്റിയെടുത്തു. പല ക്ലിപ്പുകളും നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എടുക്കാൻ പറ്റിയില്ല. അതാണ് മെയിനായിട്ടൊരു കാര്യം.
അപ്പോൾ നമ്മളുള്ള വയർ കൊണ്ട് നമ്മളെല്ലാം ഡി ബി എല്ലാം പരമാവധി സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ RCCB നിൽക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല. ഇനി നമുക്ക് പൊളാരിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എത്ര മില്ലി ആംപിയറിലാണ് പോകുന്നത് എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊളാരിറ്റി അടിച്ച് നോക്കുകയാണ്. അവിടെ ഇപ്പം എർത്ത് ന്യൂട്രൽ എല്ലാം ഓക്കെയാണ്. നമ്മൾ 10 മില്ലി ആംപിയറിൻ്റെ അകത്ത് നമ്മൾ അടിച്ച് നോക്കി, അതേപോലെ 15 മില്ലി ആംപിയറിൻ്റെ അകത്ത് അടിച്ച് നോക്കി, അതേപോലെ 20 മില്ലി ആംപിയറിൻ്റെ അകത്ത് അടിച്ച് നോക്കി, അതേപോലെ 25ൻ്റെ അകത്ത് അടിച്ച് നോക്കിയപ്പോൾ ട്രിപ്പായി. കണ്ടില്ലേ, ഹാവൽസിൻ്റെ ആയതുകൊണ്ട് 25ൻ്റെ അകത്ത് ട്രിപ്പായി. അതേപോലെ നമ്മൾ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിപ്പം യാതൊരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ തന്നെ RCCB നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ട്രിപ്പിംഗ് ഇഷ്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അത് കണ്ട് പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഒരിക്കലും RCCB ബൈപ്പാസ് ചെയ്യാനോ അല്ലെങ്കിൽ RCCB എടുത്ത് കളഞ്ഞ് ഡയറക്റ്റ് കൊടുക്കാനോ നമ്മൾ നോക്കരുത്. അതാണ് മെയിനായിട്ട് കാര്യം. ഇപ്പോൾ RCCB ചെക്ക് ചെയ്തത് ഔട്ട് സൈഡിൽ ഒന്ന് മുട്ടിച്ച് നോക്കിയതാണ്, അതായത് ന്യൂട്രൽ ടു എർത്ത് ഒന്ന് മുട്ടിച്ച് നോക്കിയപ്പോഴാണ് അതൊന്ന് ട്രിപ്പിംഗ് ആയത്. അതുകൊണ്ട് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, പഴയതായിട്ട് നമ്മൾ ബൈപ്പാസ്